പകുതി വില തട്ടിപ്പിൽ ആരോപണ വിധേയനായ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡംഗം ബക്കറിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിൽ സംഘർഷം. പ്രവർത്തകർ ചാടിക്കടന്ന് ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചു. പകുതി വിലയ്ക്ക് വീട്ടുപകരണങ്ങളും ഇരുചക്രവാഹനങ്ങളും ലാപ്ടോപ്പും തരാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ആളുകളിൽ നിന്ന് തട്ടിപ്പിന് ആരോപണ വിധേയനായ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ എ ബക്കർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹരിയാലി ട്രസ്റ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പുറങ്ങെ ബ്ലോസം ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് നിന്ന് കടവ് സെന്ററിലെ ട്രസ്റ്റ് ഓഫീസിൽ മാർച്ച് അവസാനിച്ചു. പ്രതിഷേധ പ്രകടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം TM സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. KP സുകേഷ് രാജ്, CP അഭിലാഷ്, ബിൻസി ഭാസ്കർ, തേജസ്, BM റാഫി, സനോജ്, ദിൽഷാദ്, ഇൻഷു, രാഹുൽ, സ്വരൂപ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഈ നാട്ടിലെ മുസ്ലിം ലീഗിന് സാമ്പത്തികമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്ന വലതുപക്ഷ രൂപ പിരിച്ചെടുത്ത് അത് തിരിച്ചു കൊടുക്കാതെ കൊടിയ വഞ്ചന ഈ നാടിനോട് ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ പേര് ഹരിയാലി ഫൗണ്ടേഷൻ. അത് ഈ ലീഗില് സാധാരണ ലീഗിന്റെ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. ആംബുലൻസ് ആയാലും ലീഗ് എന്ത് പരിപാടി തുടങ്ങിയാലും പാണക്കാട്ട് ഏതെങ്കിലും ഒരു തങ്ങന്മാരുടെ പേരാണ് അതിനിടുക. ആ ഫൗണ്ടേഷനിൽ ഏതെടുത്ത് നോക്കിയാലും അതാണ് ഇടുക. കാരണം നാട്ടുകാരെ ഏകദേശം ശരിപ്പെടുത്തണമെങ്കിൽ, മതാന്തതയുടെ ലോകത്തേക്ക് അവരെ നയിക്കണമെങ്കിൽ ഉന്നയിക്കേണ്ട പേരേതാണ്? തങ്ങന്മാരുടെ പേരാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ തട്ടിപ്പിന് വിധേയമായ പെരിന്തൽമണ്ണയിലെ നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന ഫൗണ്ടേഷന്റെ പേര് മുദ്ര ഫൗണ്ടേഷൻ എന്നാണ്. ലീഗിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മുദ്ര. ഇവിടെ ബക്കർ തുടങ്ങിയപ്പോ എന്താണ് ഹരിയാലി. ലീഗിലൊന്നും കേട്ടുകളില്ലാത്ത പേരാണ്. ലീഗിന് ഏത് ട്രസ്റ്റ് ആയാലും ഫൗണ്ടേഷൻ ആയാലും ചാരിറ്റി ആയാലും കുറെ തങ്ങന്മാരുണ്ട്. എത്ര എണ്ണിയാൽ തീരാത്ത തങ്ങന്മാരുണ്ട്. അവരുടെ പേരാണ്. പക്ഷേ മനഃപൂർവ്വം ജനങ്ങളെ കൊള്ളയടിക്കണമെന്ന് തീരുമാനിച്ച പുറപ്പെട്ട ആളുകളാണ് ലീഗിനെ അഡ്രസ് ചെയ്യപ്പെടുന്ന പാണക്കാട്ട് പേര് ഉൾപ്പെടെയുള്ളതിനെ, CHന്റെ പേര് ഉൾപ്പെടെയുള്ളതിനെ മാറ്റി വെച്ചുകൊണ്ട് ജനത്തെ സമീപിച്ചത്. അപ്പൊ നേരത്തെ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. NGO ഓൺ ഫെഡറേഷൻ ഇന്ത്യ അല്ലേ എന്ന പേരിലാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് രൂപ സമാഹരിക്കുകയും ആ സമാഹരണത്തിന്റെ ഭാഗമായി അത് കൈകാര്യം ചെയ്യുന്നതിന്, കൈകാര്യം എങ്ങനെ ചെയ്യുക, ഇപ്പൊ ബക്കർ ചെയ്തതുപോലെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഇതുപോലെയുള്ള ഫൗണ്ടേഷനുകൾ രൂപീകരിക്കുകയും അനധികൃതമായി രൂപീകരിക്കുകയും അതിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഹരിയാലി ഫൗണ്ടേഷന്റെ കഥ എന്താ? ഹരിയാലി ഫൗണ്ടേഷൻ പകുതി വിലക്ക് സാധനങ്ങളാണ്. നമ്മൾ മാർജിൻ ഫ്രീ മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ അതിന് നിശ്ചിത ശതമാനമാണ് ഫ്രീ കൊടുക്കുക. പകുതി വിലക്ക് സാധനം എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും പ്രയാസപ്പെടുന്ന ആളുകളാണല്ലോ. താങ്കൾക്കൊരു ലാപ്ടോപ്പ് കുട്ടിക്ക് കിട്ടണം, ഭാര്യക്കൊരു തയ്യൽ മെഷീൻ കിട്ടണം, ഒരു സ്കൂട്ടി കിട്ടണം എന്ന് കരുതുന്ന ആളുകൾക്ക് അവർക്ക് ഫുള്ളായി പണം കൊടുത്ത് വാങ്ങാൻ ശേഷിയില്ലെങ്കിൽ ഈ പ്രചരണത്തിൽ ചെന്ന് ചാടും. ആ പ്രചരണത്തിന്റെ ഭാഗമായി പകുതി എമൗണ്ട് അടക്കണം. പകുതി എമൗണ്ട് അടക്കണം. പകുതി സബ്സിഡിയാണെന്നാണ് പറയുന്നത്. ഈ ഫൗണ്ടേഷന്റെ ഭാഗമായി സബ്സിഡിയാണ്. പക്ഷെ 2400 രൂപ രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം. നോക്കണം, നിങ്ങൾ ചാരിറ്റി നടത്തുന്നതിന് വേണ്ടി NGO നാഷണൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയിലേക്ക് ഇവര് രൂപീകരിച്ച ഹരിയാലി രജിസ്ട്രേഷൻ ഫീ ആയി വാങ്ങുന്നത് 2400 രൂപ. 1000 ആളെടുത്ത് 2400 മേടിച്ചാൽ ഇവർക്ക് എന്താ ചെലവ്? ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഇവിടെ അല്ലേ, ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ഹരിയാലിയുടെ. ആ ഓഫീസിനകത്ത് പകുതി വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതിയാണ് ഹരിയാലിയുടെ ഓഫീസ്. ഇതാണ് ചെലവ്. 2400 രൂപ. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന്റെ പേരിൽ കൊള്ളയടിച്ചത്. കൊള്ളയടിച്ചത് ആരാ? ഏതെങ്കിലും ക്രിമിനൽ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ട മുഖമായി നമ്മൾ കാണുന്ന ആളല്ല, പൊതുപ്രവർത്തകനാണല്ലോ. ജനങ്ങൾ നൂറുകണക്കിന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടുള്ള
പാർട്ടിയാണല്ലോ. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു കാരണവശാലും വഞ്ചനയുടെ മുഖമില്ല എന്നാണല്ലോ പറയുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ബക്കർ. ആ ബക്കറാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിന്റെ ചെയർമാനായിരുന്നു കൊണ്ട് നൂറുകണക്കായ മാറഞ്ചേരിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, മാറഞ്ചേരിയിൽ നിന്ന് മാത്രമല്ല, സമരത്തിന്റെ രൂപം മാറുകയാണ്. ഈ പൊന്നാനി ഏരിയയിലുള്ള താലൂക്കിലുള്ള ഇതിന്റെ ഇരയാക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും അണിനിരത്തിക്കൊണ്ട് ഇനിയുള്ള സമരം വരാൻ പോവാണ്. ആ സമരം നടത്തുന്നത് ജനങ്ങളാണ്, ഇതിന് ഇരയാക്കപ്പെട്ട ആളുകളാണ്. അവരാണ് ഇന്നലെ പെരുമ്പടപ്പ് സ്റ്റേഷനിൽ ഇന്നലെയും മിനിയാന്നുമായി ഒട്ടനവധിയായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ മാത്രം 30 കേസുകൾ രജിസ്റ്റർ